ഈ പറയാൻ പോകുന്ന കഥയുടെ പേര് മെഡിക്കൽ എത്തിക്സ്. ഇത് നമ്മുടെ കോളേജിൽ നടന്നൊരു സംഭവം. അന്ന് കോളേജിലെ പ്രിൻസിപ്പൾ, ഞാൻ നേരത്തെ ഒരിക്കൽ ഒരു കഥയിൽ പറഞ്ഞിട്ടൊരു വ്യക്തി തന്നെ, ഒരു സത്യദാസ് എന്ന് പറഞ്ഞ പ്രിൻസിപ്പളായിരുന്നു. അദ്ദേഹത്തിന് ഫിസ്റ്റുല എന്ന് പറഞ്ഞൊരു അസുഖം. ഫിസ്റ്റുല എന്ന് പറയുന്നത് ഈ ചന്തിയുടെ ഭാഗങ്ങളിൽ നിന്ന് മലം പുറത്തോട്ട് വരും. ചെറിയ കാവിറ്റീസ് ഉണ്ടായിട്ട് അതിൽ കൂടി മലം പുറത്തോട്ട് വരും. അപ്പോൾ അതിന് ചികിത്സ എന്ന് പറയുന്നത് ഓപ്പറേഷനാണ്. ആ ഭാഗങ്ങളിൽ ചുരന്ന് ചക്ക ചൂഴ്ന്നെടുത്ത് കളയണം. അങ്ങനെ കുറേ വന്നിട്ടുണ്ട്, ഈ സന്ധി ഭാഗത്ത് കുറേ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വളരെ സമയമെടുത്ത് ചെയ്യേണ്ട ഒരു രോഗമാണ്, അതൊരു ചികിത്സയാണ്. അപ്പോൾ ഏതായാലും ഇയാൾ അഡ്മിറ്റ് ചെയ്തു. ഒരു പ്രധാന സർജനാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ആ സർജൻ ഇയാൾ പരിശോധിച്ചിട്ട് ഇയാൾക്ക് അതെന്ത് താമസിക്കേണ്ട, ഇയാളുടെ ഹെൽത്തും ഇയാളുടെ ബ്ലഡ് ഷുഗറും പ്രഷറൊക്കെ നോർമലായി കഴിഞ്ഞാൽ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഇയാൾ എഴുതിയിട്ട് ഇതെല്ലാം നോർമലാണ്, ഓപ്പറേറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഇയാൾ ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അനസ്തേഷ്യസ്റ്റ് വന്നിട്ട് ഇത് വാക്കി അടിക്കണം. അനസ്തേഷ്യസ്റ്റ് നമ്മുടെ കോളേജിലത്തെ ഒരു സാറിൻ്റെ ബ്രദറാണ്. സാറെന്ന് വെച്ചാൽ ഒരു മഹേഷ് എന്നും പറഞ്ഞ സാറുണ്ടായിരുന്നു. അയാളുടെ ബ്രദറാണ് ഈ മഹേശൻ, മഹാദേവൻ. ഈ മഹേഷിൻ്റെ ബ്രദറാണ് മഹാദേവൻ. മഹേശൻ നമ്മുടെ കോളേജിലെ അധ്യാപകനാണ്. മഹാദേവൻ ഇവിടുത്തെ അനസ്തേഷ്യസ്റ്റാണ്. ഈ കോളേജിലെ സാറും പ്രിൻസിപ്പാളും തമ്മിൽ ഭയങ്കര ഉടക്കായിരുന്നു. അയാൾ ഒരിക്കൽ നൈജീരിയയിൽ പോകാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അത് വിലക്കുണ്ടാക്കി അയാൾ മാനേജ്മെൻറ്റിൽ സ്വാധീനം ചെലുത്തി. ഇയാൾ വിടരുത്, ഇവിടുത്തെ ക്ലാസ്സുകൾ മുടങ്ങിപ്പോകുന്നൊക്കെ പറഞ്ഞ് അയാൾ യാത്ര മുടക്കിയ ഒരാളാണ് പ്രിൻസിപ്പൾ. അതുകൊണ്ട് ആ വിവരം ഈ സഹോദരനറിയാം. അപ്പോൾ അയാൾ പരിശോധിച്ചിട്ട് പറഞ്ഞ് ഇയാൾ നോർമലല്ല, ചെയ്യാൻ പറ്റില്ല. നോർമലിന് ചെയ്യാൻ പറ്റുമെന്ന് ഇയാൾ ബോഡിയെല്ലാം പരിശോധിച്ച് ഇയാൾ ഒരുപാട് കോഴിയിറച്ചി തിന്നും സിഗരറ്റ് തുടർച്ചയായിട്ട് വലിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഇയാളുടെ ബോഡി ശരിയായിട്ടില്ലെന്നുള്ള ഇയാളുടെ നിരീക്ഷണത്തിലാണ് ഇയാൾ ഓക്കെ ആയിട്ടില്ലെന്ന് പറയുന്നത്. അപ്പോൾ പ്രിൻസിപ്പാൾ ധരിക്കുന്ന അയാളുടെ അനിയൻ ഈ മഹേഷിനെ ഉപദ്രവിച്ചുകൊണ്ടുള്ള മനഃപൂർവ്വമായിട്ടുള്ള പ്രതികാരമാണ് ഇയാൾ ചെയ്യുന്നതെന്ന് ഇയാൾ വിളിക്കും. അങ്ങനെ ഇയാൾ പറഞ്ഞ് 2 ആഴ്ച കൂടെ വിശ്രമം കഴിഞ്ഞിട്ട് പരിശോധിച്ചിരുന്ന് ചെയ്യാമെന്ന്, അനസ്തേഷ്യ കൊടുക്കാമെന്ന്. അങ്ങനെ 2 ആഴ്ച വീണ്ടും ഇയാൾ ഒന്നും കഴിക്കാതെ, ഭക്ഷണമൊന്നും കഴിക്കാതെ അങ്ങനെ ആശുപത്രി കഴിയുക. അതിനിടയ്ക്ക് ആശുപത്രിയിൽ നിന്ന്, കോളേജിൽ നിന്ന് ടീച്ചർമാർ, സാറന്മാരെല്ലാം, പ്രിൻസിപ്പാൾ കിടക്കുകയല്ലേ, അയാൾക്ക് നല്ലത് നേരാൻ വേണ്ടി അവിടെ ചെന്ന് അയാളെ കണ്ട് പഴങ്ങളും ആപ്പിളും ഫ്രൂട്ട്സും എല്ലാം വാങ്ങിച്ചു കൊടുത്തു. ഇത് ദക്ഷിണയായിട്ട് പ്രിൻസിപ്പളിനെ സേവിച്ചാലേ വല്ല കാര്യങ്ങളും നടത്താൻ പറ്റുള്ളൂ. അതൊക്കെ കൊടുത്ത് അവരൊക്കെ അങ്ങ് പോവും. പക്ഷേ പിന്നെ പുതിയ ആൾ ചെന്നുകൊണ്ടിരിക്കുകയെ. അങ്ങനെ 1 മാസം കഴിഞ്ഞു. 1 മാസം അവിടെ കിടന്നു. പിന്നെ സർജൻ വന്നിട്ട് പരിശോധിച്ചിട്ട് പറയും ശരിയായിട്ടില്ല. അല്ല, സർജൻ പറഞ്ഞത് ശരിയാണ്, ഓക്കെയാണ്, നിങ്ങൾക്ക് ഒരു ഡേറ്റ് കുറിക്കും, ഇന്ന ഡേറ്റിൽ ചെയ്യാവുന്നതാണ്. പക്ഷേ അനസ്തേഷ്യസ്റ്റ് വന്നിട്ട് പറയും ശരിയായിട്ടില്ല, നിങ്ങളുടെ ഹെൽത്ത് ശരിയായിട്ടില്ല, നിങ്ങൾ കുറച്ചുകൂടി ശരിയായാലും മാത്രമേ ഇത് അനസ്തേഷ്യ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവർ തമ്മിൽ തർക്കമായി. ഈ അനസ്തേഷ്യസ്റ്റും സർജനും തമ്മിൽ തർക്കമായി. ഞാൻ പരിശോധിച്ചപ്പോൾ നിങ്ങളെന്താ പരിശോധിച്ചത്, നിങ്ങൾക്ക് മനഃപൂർവ്വമായിട്ട് അയാളുടെ വല്ല വൈരാഗ്യം. അപ്പോൾ എനിക്കൊരു വൈരാഗ്യമില്ല, നിങ്ങൾ ഡോക്ടർ എഴുതി തന്നെ ഞാൻ കൊടുക്കാം, അനസ്തേഷ്യ കൊടുക്കുക. അപ്പോഴേ ചിലപ്പോൾ അയാൾ ബോധം കെടുക്കില്ല. ചിലപ്പോൾ 6 മാസത്തേത് ചിലപ്പോൾ അയാൾ ഉണരാതെ കിടന്നു പോകും അനസ്തേഷ്യ തെറ്റി കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഈ വിവരം പ്രിൻസിപ്പൾ അറിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, അയ്യോ 6 മാസം നല്ലതേ കിടന്ന് എൻ്റെ കസേര പോകും, അവിടെ മാനേജ്മെൻറ്റ് വേറെ ആളെ പ്രിൻസിപ്പളെ പോസ്റ്റ് ചെയ്യും, അത് പറ്റില്ല. അങ്ങനെ അവസാനം ഈ അനസ്തേഷ്യസ്റ്റും സർജനും തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് പ്രിൻസിപ്പാൾ ഇത് ചെയ്യാതെ ആശുപത്രി വിട്ട് പോയി കളഞ്ഞു. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു മെഡിക്കൽ എത്തിക്സ് എന്ന് പറഞ്ഞു.
ഒരു ഡോക്ടർ അങ്ങനെ ചെയ്യുമോ? ഒരു രോഗിയെ അയാൾ രോഗമില്ലാതെ അയാൾ ഓപ്പറേറ്റ് ചെയ്യുമോ? അതല്ലെങ്കിൽ ഒരു വൈരാഗ്യ ബുദ്ധിയിൽ ഒരു അനസ്തേഷ്യ കൊടുത്ത് അവനെ തളർത്തി 6 മാസക്കാലം കിടത്തിക്കളയുക? അതെല്ലാം ഇതിൻ്റെ അകത്ത് ഈ എത്തിക്സിൽ വരുന്ന സംഭവം. അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് എത്തിക്സ് പറയുന്നുണ്ടെങ്കിലും ചെയ്തു പോവുക എന്നുള്ള സംശയം ബലം, ഒരു വിശ്വാസക്കുറവോടെ രോഗിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ചെയ്യാൻ പാടില്ല. പ്രിൻസിപ്പൾ അതാ ചെയ്ത്, അയാൾ എണീറ്റ് പോയി കളഞ്ഞു, വേണ്ടെന്നും പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ പോയി കളഞ്ഞു.